ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ജനറൽ സർവീസ് വേണ്ടിയിട്ട്, അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുക, ചെയിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സൗണ്ട്, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് കേട്ടോ. നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം പോലെ ചെക്ക് ചെയ്തുകൊണ്ട് ബാക്കിൻ്റെ ബ്രേക്ക് ഷീറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത്തവണത്തെ കൊണ്ട് ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസ് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിലെ ബ്രേക്സ് മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിലെ ടയറൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനെ ഉപയോഗിക്കാം. പിന്നെ ബാക്കിലെ വീലിൻ്റെ ഹബ്ബായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റുമ്പോൾ ഈ ഹബ്ബൊന്ന് സ്ലീവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഷൂ കുറച്ചുകൂടി ലൈഫ് കിട്ടും. വേണം അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വീണിട്ടുണ്ട്. അടുത്ത തവണ ബ്രേക്ക് ഷൂ മാറ്റുമ്പോൾ ഹബ്ബും കൂടി ഒന്ന് സ്ലീവ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അത് 2 ദിവസം താമസം വരുന്ന പണിയാണ്. അപ്പോൾ 2 ദിവസം വയ്ക്കാവുന്ന തരത്തിൽ വേണം അടുത്ത തവണ സർവീസിന് വയ്ക്കുമ്പോൾ തരാൻ കേട്ടോ. അതൊന്ന് ഒത്ത് വെച്ചാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ ചെയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആണ്. വണ്ടി വന്നപ്പോഴുള്ള ചെയിനാണ്. ചെയിൻ സ്പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യോടെ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റണം. പിന്നെ അതിൻ്റെ വീൽ ഡാമ്പറൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വീൽ ഡാമ്പർ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന കൂട്ടത്തിൽ അതിൻ്റെ വീലിൻ്റെ ഈ 4 റബ്ബറും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്ററും അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ടോ. എയർ ഫിൽറ്റർ നമുക്ക് മാറ്റേണ്ട ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്ലച്ച് കേബിൾ നിലയിൽ വേറെ വർക്കൊന്നും കുഴപ്പമില്ല. ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാതില്ല. ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത്. അപ്പോൾ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലെ ടയറും അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഓടിക്കാനുള്ളൂ. കുറച്ചും കൂടി ഓടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ടയറും കൂടി ഒന്ന് മാറ്റാൻ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പ്ലഗും നിലയിൽ വേറെ കുഴപ്പമില്ല. പ്ലഗ് മാറ്റണം നമുക്ക്. അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റാൻ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.10 13.10 റേഞ്ച് വോൾട്ട് ഇട്ടുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒരു 9 വോൾട്ട് വരെ താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ സെൽഫിൻ്റെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററിക്കായാലും നിലവിൽ വലിയ വോൾട്ട് വേരിയേഷൻ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ അങ്ങനെ പറയത്തേക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. നമുക്കിപ്പോൾ അത് പ്രത്യേകിച്ച് മാറ്റേണ്ട ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, അതിൻ്റെ വീൽ ഡാമ്പർ മാറ്റണം, എയർ ഫിൽറ്റർ, പ്ലഗ്, ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട പാർട്സുകൾ. അപ്പോൾ ഞാൻ അത്രയും മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.